നമുക്കറിയാം, മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് 2 മാസത്തോളമാകുമ്പോഴും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി തുടരുകയാണ്. ഓരോ ദിവസവും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നു, വീടുകളും വാഹനങ്ങളും കത്തിക്കപ്പെടുന്നു. ഇങ്ങനെ വളരെ ദുഃഖകരമായ വാർത്തകളാണ് അവിടെ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ തന്നെ യൂറോപ്യൻ പാർലമെന്റ് മണിപ്പൂർ വിഷയത്തിൽ അടിയന്തര പ്രമേയം പാസാക്കാൻ ഒരുങ്ങുകയാണെന്ന വാർത്തയാണ് വരുന്നത്. ഇന്ത്യ ദ സിറ്റുവേഷൻ ഇൻ മണിപ്പൂർ എന്ന വിഷയത്തിലാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചർച്ച സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശിക്കുന്നതിനിടെ തന്നെയാണ് ഈ ചർച്ച എന്നതിനാൽ ഈ ചർച്ചയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. 6 പാർലമെന്ററി ഗ്രൂപ്പുകളാണ് മണിപ്പൂർ വിഷയത്തിൽ അടിയന്തര പ്രമേയം പാസ്സാക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. ലെഫ്റ്റ്, റൈറ്റ്, സെൻട്രൽ റൈറ്റ്, കൺസർവേറ്റീവ്, ക്രിസ്ത്യൻ എന്നിങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് സ്ട്രാസ്ബർഗിലെ പ്ലീനറി സെഷനിൽ ഈ പ്രമേയം ചർച്ച ചെയ്യാൻ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ യൂറോപ്യൻ പാർലമെന്റ് യോഗത്തിൽ മണിപ്പൂരിലെ അക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. മണിപ്പൂർ വിഷയം ആഭ്യന്തര കാര്യം മാത്രമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. മണിപ്പൂർ സംഘർഷത്തിൽ പ്രമേയം പാസാക്കാൻ ഫ്രാൻസിൽ വിളിച്ചു ചേർത്ത യൂറോപ്യൻ പാർലമെന്റ് യോഗത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധവും അറിയിച്ചു. മണിപ്പൂർ സംഘർഷങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നം മാത്രമാണെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്ര ഇതിനോട് പ്രതികരിച്ചത്. അതേസമയം ജൂലൈ 4 മുതൽ ഇതുവരെ മണിപ്പൂരിൽ കൊല്ലപ്പെട്ടത് 142 പേരാണെന്നാണ് മണിപ്പൂർ സർക്കാരിന്റെ പക്കലുള്ള ഔദ്യോഗിക കണക്ക് പുറത്തു വന്നത്. കൂടുതൽ പേരും കൊല്ലപ്പെട്ടത് ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, കംചിങ്, തൗബൽ, ബിഷ്ണുപൂർ ജില്ലകളിലാണ്. 101 പേരാണ് 5 ജില്ലകളിൽ മാത്രം കൊല്ലപ്പെട്ടത്. 181 പേർ മാത്രമാണ് വിവിധ സംഘർഷങ്ങളിൽ അറസ്റ്റിലായത്. 6745 പേരെ കരുതൽ തടങ്കലിലും ആക്കി. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിലും മണിപ്പൂർ സർക്കാർ ഇതേ കണക്കുകൾ കൈമാറിയിരുന്നു. ഇംഫാൽ വെസ്റ്റിലും ഇംഫാൽ ഈസ്റ്റിലും 29 പേർ വീതമാണ് മരിച്ചത്. കക്ചിങ് ജില്ലയിലാണ് തൊട്ടടുത്ത്. 21 പേർ ഇവിടെ കൊല്ലപ്പെട്ടു. മണിപ്പൂരിലെ 10 ജില്ലകളായി 462 പേർക്ക് പരിക്കേറ്റു. 17 പേരെ കാണാതായി. 5995 FIRകൾ രജിസ്റ്റർ ചെയ്തു. 5053 തീവെപ്പ് സംഭവങ്ങളുണ്ടായി. ചുരാചന്ദ്പൂരിലും കാങ്പോങ്പിയിലും 1000-നും മുകളിലാണ് തീവെപ്പ് സംഭവങ്ങൾ മാത്രമുണ്ടായിരിക്കുന്നത്. 354 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 54,000-ൽ പരം ആൾക്കാരാണ് കഴിയുന്നത് എന്നും മണിപ്പൂർ സർക്കാരിന്റെ ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഹർജിക്കാരും വിവിധ കക്ഷികളും സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് ഉചിതമായത് സമർപ്പിക്കാമെന്ന് മണിപ്പൂർ സർക്കാരിന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. മണിപ്പൂരിൽ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും സംരക്ഷണമുണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു.